ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ചില ആളുകൾ കൂടുതൽ പ്രചരിപ്പിക്കുകയും വൈറലാക്കുകയും ചെയ്യാൻ ശ്രമിച്ചത് ഈ ചിത്രമാണ്. മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമേറ്റത് ഈ പോലീസ് ഉദ്യോഗസ്ഥയുടെ മുഷ്ടി ചുരുട്ടിയുള്ള ഇടിയിലാണെന്നാണ് ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഈ ചിത്രം ഒറ്റ നോട്ടത്തിൽ AI ജനറേറ്റഡ് ആണ് എന്നത് കാണാൻ സാധിക്കും. UDFിലെ ചില പ്രവർത്തകരാണ് ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. നമുക്ക് ആദ്യത്തെ ഈ ചിത്രം ഒന്ന് കാണാം. ഇത് AI ചിത്രമാണ്. ഞാനത് വിശദീകരിക്കാം. അതിനു മുമ്പ് ഈ AI ചിത്രത്തിന്റെ കാരണമായ യഥാർത്ഥ ചിത്രം പ്രേക്ഷകർ നോക്കൂ. ഇതായിരുന്നു ഒറിജിനൽ ചിത്രം. ആ ഒറിജിനൽ ചിത്രത്തിൽ മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന്റെ അവിടെ ഈ കൈ ഇരിക്കുന്നത് കാണാം. പക്ഷെ ഇത് മുഷ്ടി ചുരുട്ടിയായിരുന്നില്ല, കരുതലോടുകൂടിയാണ് ആ കൈ നിൽക്കുന്നതെന്ന് കാണാം. അവിടെ മന്ത്രിയുമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ മുഖത്തെ ഭാവം ശ്രദ്ധിക്കാം. ഇതെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിച്ചോളൂ. എന്നാൽ ഈ ചിത്രത്തെയാണ് AI ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് ചില പ്രവർത്തകർ ഒരു വ്യാജ ചിത്രം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. നോക്കൂ, രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഒന്നിത് ഒറിജിനൽ ചിത്രം, രണ്ട് ഇത് ആർട്ടിഫിഷ്യൽ ഫേക്ക് ആയിരിക്കുന്ന ചിത്രം. ഇത് വ്യാജനാണെന്ന് തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ചില സൂചനകളുണ്ട്. നോക്കൂ, ഷർട്ടിലെ ലോഗോ, ചിത്രത്തിൽ പോലീസ് ഉദ്യോഗസ്ഥയുടെ കയ്യിൽ നൽകിയിരിക്കുന്ന റൗണ്ട് മാർക്കിനുള്ളിലെ ലോഗോ ശ്രദ്ധിച്ചാൽ അത് കേരള പോലീസിന്റെ ഔദ്യോഗിക ചിഹ്നമല്ല എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോഗോ പ്രേക്ഷകർ ശ്രദ്ധിച്ചോളൂ. ഇത് കേരള പോലീസിന്റെ ലോഗോ അല്ല. ഇത് ഒറിജിനൽ ചിത്രത്തിൽ ഈ ലോഗോ ഇല്ല. മാത്രവുമല്ല, ഇതിൽ പോലീസ് എന്ന് എഴുതുന്നതിന് പകരം പോലോസ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നത് കാണാം. അക്ഷരത്തെറ്റും പ്രേക്ഷകർക്ക് ഇവിടെ കാണാം. ഇത് ഒരു വ്യാജ ചിത്രമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തെളിവ്, ഈ ചിത്രത്തിൽ ഒരു ജെമിനിയുടെ ലോഗോ പ്രേക്ഷകർക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഈ ചിത്രത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥയുടെ കൈയുടെ ഭാഗത്തുള്ള എംബ്ലത്തിന്റെ ഭാഗത്ത് കാണാം. അതായത് ജെമിനിയുടെ ലോഗോ പ്രകാരം ജെമിനി ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി നടത്തിയ വ്യാജ ചിത്രമാണിത് എന്നുള്ളതാണ് രണ്ടാമത്തെ. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു ദൃശ്യം കൂടി പ്രേക്ഷകർക്ക് കാണാം. ഒറിജിനൽ ചിത്രത്തിൽ ഇല്ലാത്തൊരു കൈ ഈ ചിത്രത്തിൽ കാണാം. ഒറിജിനൽ ചിത്രത്തിൽ കൈകൾ വളരെ കൃത്യമായി ഇവിടെ തന്നെ സ്വാഭാവികമായി ഇവിടെ തന്നെ പ്രേക്ഷകർക്ക് കാണാം. ഇവിടെ രുദ്രാക്ഷം ഇട്ടൊരു കൈ ഇവിടെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ പ്രേക്ഷകർക്ക് അസാധാരണമായ വിധത്തിൽ ഒരു കൈ ഇവിടെ വന്നിരിക്കുന്നതായിട്ടും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, മുഖത്തെ ഭാവം ശ്രദ്ധിച്ചോളൂ. ഇവിടെ മന്ത്രിയോട് ഉദ്യോഗസ്ഥ കരുതലോടുകൂടി കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. മന്ത്രി അത് കേൾക്കുന്നതാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി വരുന്ന ചിത്രത്തിൽ ഈ മുഖത്തെ ഭാവപ്രകടനം തന്നെ മാറ്റിയിരിക്കുന്നു. ഈ ദൃശ്യം, ഇപ്പോൾ കാണുന്ന ഈ കൈയുടെ ദൃശ്യം യഥാർത്ഥ ചിത്രത്തിൽ ഇല്ലതാനും. ചുരുക്കത്തിൽ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് മന്ത്രിയുടെ കഴുത്തിനേറ്റ ക്ഷതം പോലീസ് ഉദ്യോഗസ്ഥയുടെ ഇടിമൂലമാണ് എന്നത് പ്രചരിപ്പിക്കാൻ ചില പ്രവർത്തകർ ശ്രമിച്ചത്.